ഗുഡ് മോർണിംഗ്. അപ്പോൾ കിയാരനെ ജസ്റ്റ് റെഡിയാക്കിയിട്ട് അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ലോങ് ജേണിയാണ്. അപ്പോൾ ഇത്രയും ഹവേഴ്സും ഇത്രയും കിലോമീറ്റേഴ്സും നമുക്ക് പോകാനുണ്ട്, ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ സുള്ളിയ വഴിയാണ് പോകുന്നുള്ളത്. റൂട്ട് ജസ്റ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുള്ളിയ ടൗണിലേക്ക് പോകുന്ന വഴിയാണിത്. മടിക്കേരി ടൗൺ എത്താനാവുമ്പോൾ ഉള്ള ആ ഒരു മഞ്ഞും അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യാത്ര എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർക്കും ഹസ്ബൻഡ് വീട്ടുകാർക്കും രണ്ട് വീട്ടുകാർക്കും നമ്മൾ പോകുന്നതറിയാം. പക്ഷെ എങ്ങോട്ടാണ് നമ്മുടെ ഈ യാത്ര എന്ന് അവർക്കാർക്കും കറക്റ്റായിട്ട് അറിയില്ല. കാരണം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല എവിടേക്കാണ് പോകുന്നതെന്ന്. നമ്മൾ പോകുന്ന പ്ലേസ് അത് ആരും അറിയരുത്, ആരോടും പറയരുത് എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്. അപ്പോൾ അത് എൻ്റെ വീട്ടിലാണേലും ഇവിടെ ആണേലും ആരും അറിയണ്ട, നമ്മൾ അവിടെ ചെന്നിട്ട് അറിഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ അച്ഛനും അമ്മയും എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കറിയില്ല എന്നാണ്. ഹസ്ബൻഡിനെ അറിയാം, എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ നമുക്ക് കുറേ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഹസ്ബൻഡിന് കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഇത്രയും ദിവസം ജസ്റ്റ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലേസിലേക്ക് ഇത്രയും പെട്ടെന്ന് പോകാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇപ്പോൾ നമ്മളുള്ളത് പെരിയപട്ടണ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഹസ്ബൻഡിന് ഇങ്ങനെ ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഒരു ചായ കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ നോക്കിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ ഹോട്ടൽസ് ഒന്നും തുറന്നിട്ടില്ല. പിന്നെ സൈഡിലായിട്ടും ടീ കോഫി അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് കണ്ടു. അപ്പോൾ അവിടെ നിർത്തിയിട്ടുള്ളതാണ്. നല്ല തണുപ്പാണ്. ഇതിനേക്കാളും കുറേ മുമ്പ് ഒരു സ്ഥലത്ത് വാഷ്റൂം പെട്രോൾ പമ്പിൽ കയറിയതായിരുന്നു. നല്ല തണുത്തിട്ട് വിറക്കുന്നുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു ചെറുങ്ങനെ. അവിടെ ഒരാളിതാ നിന്നിട്ടുണ്ട്, തണുത്തിട്ട് വയ്യാന്ന് പറയുന്നുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ തന്നെ. എനിക്കിതാ നല്ല ഉറക്കമാണ്. ഇവള് വണ്ടിയിൽ കയറിയതിന് ശേഷം ഉറങ്ങിയത് തന്നെ ആയിരുന്നു. ഫീഡ് ചെയ്യും ഉറങ്ങും, ഫീഡ് ചെയ്യും ഉറങ്ങും, ഇത് തന്നെയാണ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് ഇവളെ വിളിച്ചിട്ട് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. എനിക്കാണെങ്കിൽ 2 ദിവസമായിട്ട് നല്ല ജലദോഷമൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് എന്താവും എന്നറിയില്ല. ഇപ്പം തന്നെ എനിക്കെന്തോ സംസാരിക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്തോറും ഓരോ നല്ല നല്ല കാഴ്ചകളും അങ്ങനെ ഓരോരോ വിശേഷങ്ങളുമായിട്ട് ആഡ് ചെയ്യാം. എനിക്കൊരു കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ കട കണ്ടു. ഫ്രൂട്ട്സിൻ്റെ റംബൂട്ടാനും ലിച്ചിയും വാങ്ങിയതായിരുന്നു. അതാണെങ്കിൽ എളുപ്പത്തിൽ കഴിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ മൈസൂർ എത്തി. അപ്പം മൈസൂരിൽ നമ്മൾ ഇറങ്ങുന്നൊന്നുമില്ല. കാരണം മൈസൂർ ഓൾറെഡി വിസിറ്റ് ചെയ്ത പ്ലേസ് തന്നെ ആയതുകൊണ്ട്. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 3-4 വർഷം ആവാറായി ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ ഉള്ളത് മൈസൂർ സൂവും പിന്നെ പാലസും അതൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങാതെ തന്നെ നേരെ പോകുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മൈസൂരിൽ തന്നെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണ്.
ഇവിടെ ഒരാളിതാ പൂരിയും ബാജിയും ഓർഡർ ചെയ്തതായിരുന്നു. പൂരി കണ്ടിട്ട് തന്നെ എന്തോ തോന്നി. എനിക്ക് ദോശ കൊണ്ടുപോ, ദോശ കൊണ്ടുപോ. ഒരു കഷ്ടമില്ല. അപ്പൊ കിയാരയ്ക്ക് ഒരു ദോശ പറഞ്ഞതായിരുന്നു. ദോശക്ക് ഇങ്ങനെ തേങ്ങയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു മസാല ദോശയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മസാല ദോശ പകുതി ഹസ്ബൻഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പൂരി ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇവളാ ദോശ ഫുള്ളായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അത് പാഴ്സലെടുത്തു, പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇവിടെ ഒരാൾ എൻ്റെ മുടി പിടിച്ച് വലിക്കുന്നുണ്ട്, ഫീഡ് ചെയ്യുവാണ് ഞാൻ. ഹസ്ബൻഡ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇവിടെ ഒരാളിതാ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്, എന്തോ സീരിയസ് ആലോചന. ഇല്ല. അപ്പൊ നമ്മള് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എത്താറായി. അപ്പൊ കൊറേ പൂക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പൊ വരുന്ന വഴിക്ക് കൊറേ പൂക്കളൊക്കെ ഉണങ്ങിയിരിക്കുന്നത് കണ്ടു, സൂര്യകാന്തിയൊക്കെ. ഇനി അവിടെ പോയിട്ട് നോക്കണം ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ഗുണ്ടൽപേട്ടിലേക്കാണ്. ഇതാണ് ഗുണ്ടൽപേട്ട് ടൗൺ. ചെറിയ ടൗൺ ആണെന്ന് തോന്നുന്നു. സോറി, ഗുണ്ടൽപേട്ടല്ല, ഗുണ്ട്ലുപേട്ടാണ്. അത് ഇവിടെ ബോർഡൊക്കെ നോക്കുമ്പോഴാണ് മനസ്സിലായത്. കിയാരൊക്കെ ആണെങ്കിൽ നല്ല ഉറക്കമാണ്. ഇവളിനി വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടാവണം ആക്റ്റീവ് ആവണമെങ്കിൽ. ചേർച്ചൊക്കെ കണ്ടോ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഫീൽഡിലോട്ട് എത്തി. അപ്പോൾ ഇവിടെ ആണെങ്കിൽ സൺഫ്ലവർ ഉണ്ട്, പിന്നെ വേറെ കുറേ പൂവുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫീൽഡ് ഫോട്ടോസൊക്കെ എടുക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടായിരിക്കും ഇവിടെ ഫ്ലവർ ഉള്ളത്. പിന്നെ വരുന്ന വഴിക്ക് കുറേ എണ്ണം വാടിയതായിരുന്നു, ഫുള്ള് ഫ്ലവറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സീസണിൽ അത് ആവില്ലായിരിക്കുന്നു, പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ ഉള്ളൂ, എന്നാലും 50 റുപ്പീസാണ് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ. പിന്നെ അവിടുത്തെ ആള് ഇവളോട് ഫ്ലവർ വേണമെന്നൊക്കെ ചോദിച്ചിട്ട് പറിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് എത്തിയത് സ്കൈ വാക്ക് ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പോൾ ഈ ഒരു പ്ലേസ് എന്നോട് കുറേ പേര് ചോദിച്ചു ഇത് എവിടെയാണെന്ന്. അപ്പോൾ ഇത് ഗുണ്ട്ലുപേട്ടിൽ നിന്ന് വരുന്ന ഒരു വഴിക്ക് തന്നെയാണ്. അപ്പോൾ നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ആ ഒരു ഫ്ലവറൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. സൺഫ്ലവറും മറ്റേ ഫ്ലവറും ഒക്കെ ഉണ്ടായിരുന്നു കുറേ. അപ്പോൾ ഇവിടേക്കും ഫീസ് 50 റുപ്പീസ് തന്നെയാണ്. ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ, വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന്. അപ്പോൾ ഈ ഒരു പൂക്കളുടെ ഇടയിൽ കൂടി കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയാണ്. ഈ ഇടവഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഈ വഴിയൊക്കെ പോകുന്നെങ്കിൽ ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യുക, നല്ലൊരു വ്യൂ തന്നെയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം.